അഗസ്ത്യർകൂടത്തിൽ ഗോത്രവർഗ്ഗക്കാരായ കാണിക്കാർ പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ശിവരാത്രി പൂജയും കൊടുതിയും ഈ വർഷവും 2024 മാർച്ച് 7-8 തീയതികളിലായി നടത്തുമെന്ന് അഗസ്ത്യർകൂടം ക്ഷേത്ര ട്രസ്റ്റ് കാട്ടാക്കട പത്രപ്രവർത്തക അസോസിയേഷനിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി 6-ാം തീയതി പൂജാരിമാരുടെ സംഘം മലകയറി അഗസ്ത്യ സന്നിധിയിൽ പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. 7-ാം തീയതി രാവിലെ 9:30 കോട്ടൂർ മുണ്ടടിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നുള്ള ചിത്രമെഴുന്നള്ളിപ്പ് ഘോഷയാത്രയുടെ ഉത്സവത്തിന് തുടക്കം കുറിക്കും. കോട്ടൂർ മുണ്ടണി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭക്തി നിർഭരമായ ഘോഷയാത്ര ചടങ്ങ് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മോഹനൻ ത്രിവേണി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. മുണ്ടണിയിലെ ക്ഷേത്ര പൂജകൾക്ക് ശേഷം ട്രസ്റ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള 100ഓളം പേർ അടങ്ങുന്ന തീർത്ഥാടന സംഘം 10 മണിയോടെ പുറപ്പെടും. കോട്ടൂർ ചെക്ക് പോസ്റ്റ് വഴിയാണ് പോകുന്നത്. അഗസ്ത്യർകൂടം ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മോഹനൻ ത്രിവേണി, രക്ഷാധികാരി എസ് കുട്ടപ്പൻ കാണി, ട്രഷറർ എസ് ഗിരീഷ് കുമാർ, കൺവീനർ ആർ വില്ലിയാൻ കാണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഞാൻ മോഹൻ ത്രിവേണി, നമ്മുടെ അഗസ്ത്യർകൂടം ക്ഷേത്ര കാണിക്ക ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ്. ഇത് മതിയാൻ കാണി അഗസ്ത്യർകൂടത്തിലെ ഒരു പൂജാരിയാണ്. നമ്മുടെ കുട്ടപ്പൻ കാണി, നമ്മുടെ അഗസ്ത്യർകൂട ക്ഷേത്ര ട്രസ്റ്റിന്റെ രക്ഷാധികാരി. അതുപോലെ നമ്മുടെ വില്ലിയാൻ കാണി, അദ്ദേഹം നമ്മുടെ കൺവീനറാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ അഗസ്ത്യർകൂട ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറി സുരേഷ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ അഗസ്ത്യർകൂടത്തില് എല്ലാ വർഷവും ഗോത്ര ആചാര പ്രകാരമുള്ള ശിവരാത്രി പൂജ അഗസ്ത്യർകൂടം ക്ഷേത്ര കാണിക്ക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. ഈ വർഷവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അതിന് നോട്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അഗസ്ത്യർകൂടത്തിലെ എല്ലാ വർഷവും നടത്തുന്ന ശിവരാത്രി പൂജ എന്ന് പറയുന്നത് ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള കാണിക്കാർ മാത്രമാണ് അവിടെ ഈ പൂജയ്ക്ക് പങ്കെടുക്കുന്നത്. കാരണം മറ്റാർക്കും അന്നേ ദിവസം പ്രവേശനമല്ല. ഈ 3 ദിവസം ഈ കാണിക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനമുള്ളത്. അന്ന് ഈ 3 ദിവസമാണ് പൂജ നടക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 7-8 മാർച്ച് 7-8 ആണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. 7-ാം തീയതി നമ്മൾ രാവിലെ കോട്ടൂർ മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് ആണ് നമ്മുടെ ഘോഷയാത്ര 9:30 പുറപ്പെടും. ആ ഘോഷയാത്ര പുറപ്പെട്ട് വ്ളാവിള എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെയാണ് നമ്മുടെ അന്നദാനമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ അന്നദാന സദ്യ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 14 കിലോമീറ്റർ കാൽനടയായിട്ടാണ് ഭക്തരായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച് അതിരിമല എത്തിച്ചേരും. അതിരിമലയിൽ അവിടെ നമുക്കൊരു ക്ഷേത്ര ഭൂമിയും അവിടെ ഉണ്ട്. അവിടെ അന്നേ ദിവസം ചാറ്റ്, അതുപോലെ ഭജന, മറ്റു പൂജകളൊക്കെ അന്നവിടെ നടക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അതിരിമലയിൽ പൊങ്കാല ഉണ്ടാവും. ആ പൊങ്കാല കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ കുംഭക്കുടമൊക്കെ നിറച്ചുകൊണ്ട് അവിടെ നിന്ന് മലയാത്ര നടത്തുന്നത്. 2 മണിയോടുകൂടി നമ്മൾ അഗസ്ത്യ സന്നിധിയിൽ എത്തിച്ചേരും. ആ 2 മണിക്ക് ശേഷം അവിടെ എത്തിച്ചേരുകയും 4 മണിക്കാണ് മഹാശിവരാത്രി പൂജ അവിടെ ആരംഭിക്കുന്നത്. 7 മണി വരെ പൂജ തുടരും. 7 മണിക്ക് ശേഷം അവിടെ നിന്ന് തിരിച്ചിറങ്ങും. 7 മണിക്ക് ശേഷം അവിടെ തിരിച്ചിറങ്ങിയതിന് ശേഷം വീണ്ടും അതിരിമലയിൽ വന്നിട്ട് അതിരിമലയിൽ ഗോത്ര ആചാര പ്രകാരമുള്ള പടുക്കയും മറ്റു കാര്യങ്ങളൊക്കെ അന്നാണ് നടക്കുന്നത്. അതായത് 8-ാം തീയതി രാത്രി. 9-ാം തീയതി വെളുപ്പിന് ഗുരുസയോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോട്ടൂർ മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതെന്ന് 100ഓളം ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ഭക്തരാണ്, തീർത്ഥാടക സംഘമാണ് ഈ പൂജയ്ക്ക് വേണ്ടി പോകുന്നത്. അതിനോടൊപ്പം നമ്മുടെ അഗസ്ത്യ വനത്തിലെ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുക്കും. എല്ലാ വർഷവും നടത്തുന്ന ഒരു മഹാ ഉത്സവമാണ് ഈ ശിവരാത്രി പൂജ എന്ന് പറയുന്നത്. അഗസ്ത്യനാണ് ഈ കാണിക്കാരായിട്ടുള്ള ആളുകളുടെ ചാറ്റ് മന്ത്രങ്ങൾക്ക് ഞങ്ങളുടെ ഗുരു അഗസ്ത്യനാണ്. അപ്പോൾ എല്ലാ ദേശത്തുള്ള, അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരെ ഇതിനകത്ത് ഭാഗമാക്കാവുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ